വിയറ്റ്നാമിലെ മനോഹരമായ പർവ്വതനിരകൾക്കടിയിൽ പച്ചപ്പ് നിറഞ്ഞ മഴക്കാടുകളുടെ മൂടുപടങ്ങൾക്കിടയിൽ കാലം മറച്ചുവെച്ച പുരാതനമായ ഒരു ഗുഹയുണ്ട്. പക്ഷെ ഇതൊരു സാധാരണ ഗുഹയല്ല. ഇതിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ മറ്റൊരു ലോകമാണ്. കാലം നിശ്ചലമായി നിൽക്കുന്നതും പ്രകൃതി പരമാധികാരത്തിൽ വാഴുന്നതുമായ ഒരു ലോകം. പുറം ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ രഹസ്യ ലോകം കെട്ടുകഥകളേക്കാൾ അത്ഭുതാവഹമാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഗുഹയാണിത്. ഈ ഗുഹയ്ക്കുള്ളിൽ മഴക്കാടുകളും കുന്നുകളും മേഘങ്ങളും മഴയും പ്രത്യേകം ഒരു കാലാവസ്ഥാ സംവിധാനവും ആവാസ വ്യവസ്ഥയും വരെയുണ്ട്. അത്രയും ഗംഭീരമായ ഗുഹയാണിത്. ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ചില അപൂർവ വിചിത്ര ജീവി വർഗങ്ങളെ പോലും ഈ ഗുഹയിൽ കാണാം. ഇതാണ് ഹാങ് സോൺ ഡൂങ്. വിയറ്റ്നാമിന്റെ ഹൃദയഭാഗത്ത് മൂടൽ മഞ്ഞും ഇതിഹാസങ്ങളും നിറഞ്ഞ ഒരു പ്രദേശത്തിനുള്ളിൽ ഫോങ് നാ ഖേ ബാങ് എന്നൊരു നാഷണൽ പാർക്കുണ്ട്. ലൈം സ്റ്റോൺ കൊണ്ടുള്ള പർവ്വതങ്ങളും പുരാതന മഴക്കാടുകളും കൊണ്ട് നിറഞ്ഞതാണ് ഈ നാഷണൽ പാർക്ക്. ഈ പർവ്വതങ്ങൾക്കിടയിലാണ് ഹാങ് സോൺ ഡൂങ് ഗുഹ ഒളിച്ചിരിക്കുന്നത്. നാഷണൽ പാർക്കിന് സമീപം ഒരു ചെറിയ ഗ്രാമമുണ്ട്. 1990-ൽ ഇവിടുത്തെ ഒരു ഗ്രാമവാസിയായ ഹോക്കാങ് അഗർവുഡിനു വേണ്ടി കാട്ടിലൂടെ അലയുകയായിരുന്നു. അത്യധികം വിലപിടിപ്പുള്ള തടിയാണ് അഗർവുഡ്. 1 കിലോ അഗർവുഡിന് പല ലക്ഷക്കണക്കിന് രൂപ വരെ കിട്ടും. ഇടതൂർന്ന സസ്യജാലങ്ങൾക്കിടയിലൂടെ അഗർവുഡും തേടി നടക്കുന്നതിനിടയിൽ അസാധാരണമായ എന്തോ എന്ന് അയാൾ കണ്ടു. മലഞ്ചെരുവിൽ വള്ളികളും മൂടൽ മഞ്ഞും പാതി വിഴുങ്ങിയ ഒരു വിടവ്. ഈ വിടവ് യഥാർത്ഥത്തിൽ ഹാങ് സോൺ ഡൂങ് ഗുഹയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമായിരുന്നു. ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാതടപ്പിക്കുന്ന ഒരു മുഴക്കം കേട്ടു. കൗതുകത്തോടെ ഖാൻ വിടവിന്റെ അരികിലേക്ക് ചെന്നു. പക്ഷേ നോക്കിയപ്പോൾ ഉള്ളിലോട്ടുള്ള പ്രവേശനം അഗാധമായ ഒരു കുഴിയായിരുന്നു. അദൃശ്യമായ അഗാധതയിൽ നിന്നും ശക്തമായി കാറ്റ് വീശുന്നുണ്ട്. ഈ കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഗുഹ ശ്വസിക്കുകയാണെന്ന് തോന്നും. അതിനാൽ അയാൾക്ക് കൗതുകത്തോടൊപ്പം ഭയവും തോന്നി. ഗുഹയിലേക്കുള്ള പ്രവേശനം കുത്തനെയുള്ള ഇറക്കമായതിനാൽ അയാൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അയാൾ തിരിച്ചു ചെന്ന് ഗ്രാമവാസികളോട് ഈ നിഗൂഢമായ ഗുഹയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും അത് കള്ളമാണെന്നാണ് വിചാരിച്ചത്. കാരണം അന്ന് ഈ മഴക്കാടുകളെക്കുറിച്ച് പല കെട്ടുകഥകളും പ്രചരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഗുഹയിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി ഹോക്കാങ് മറന്നുപോയി. അതിനു പുറമെ അന്ന് മാപ്പ് കൊണ്ടുപോകാത്തതിനാൽ ഗുഹയുടെ ശരിക്കുമുള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് അയാൾക്ക് കൃത്യമായി രേഖപ്പെടുത്താനും സാധിച്ചില്ല. അനന്തരഫലമായി പിന്നെ ഏകദേശം 2 പതിറ്റാണ്ടുകളോളം കാലം വരെ ആരും തന്നെ ആ ഗുഹയിൽ പോയിട്ടുമില്ല. പിന്നീട് പലതവണ ഹോഖാൻ ഗുഹ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. ശേഷം 2007-ൽ ഒരു സംഘം ഗവേഷകര് നാഷണൽ പാർക്കിലെത്തി. അവര് ഗുഹകൾ കണ്ടെത്തുന്ന വിദഗ്ധരായിരുന്നു. നാഷണൽ പാർക്കിന്റെ ഭൂശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയൊരു ഗുഹയുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവര് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അതിനിടയിലാണ് ഗ്രാമവാസികൾ പണ്ട് ഹോഖാൻ കണ്ട ഗുഹയെ പറ്റി പറയുന്നത് ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഗവേഷകര് ഖാന്റെ സഹായത്തോടെ ആ ഗുഹയെ തേടിയിറങ്ങി. ആ പര്യവേഷണത്തിൽ അത്രയും കാലം അവിടെ മറഞ്ഞു കിടന്ന നിരവധി ഗുഹകൾ അവർ കണ്ടെത്തി. അതിൽ 2 ഗുഹകൾക്ക് ഖാന്റെയും അയാളുടെ മകളുടെയും പേരുകളാണ് നൽകിയത്. അതാണ് ഹാങ് തങ്ങും ഹാൻ എന്നും. പക്ഷേ ഒരുപാട് ഗുഹകൾ കണ്ടെത്തിയിട്ടും അവർക്ക് ഹാങ് സോൺ ഡൂങ് മാത്രം കണ്ടെത്താൻ പറ്റിയില്ല. അതിനുശേഷം അവര് വീണ്ടും പലതവണ പര്യവേഷണം നടത്തി നോക്കിയിരുന്നു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ അവര് ഹാങ് സോൺ ഡൂങ്ങിന് വേണ്ടിയുള്ള തിരച്ചിൽ ഉപേക്ഷിച്ചു. ഒടുവിൽ 2008-ൽ അവസാനമായിട്ട് ഒരു തവണ കൂടെ തിരയാമെന്ന് കരുതി ഖാൻ രണ്ടും കൽപ്പിച്ച് ഒറ്റയ്ക്ക് പുറപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പര്യവേഷണത്തിൽ അദ്ദേഹത്തിന് ആ ഗുഹ കണ്ടെത്താൻ സാധിച്ചു. ഇത്തവണ അതിസൂക്ഷ്മതയോടെ അദ്ദേഹം ഗുഹയുടെ ലൊക്കേഷൻ ഓർമ്മിച്ചു വെച്ചു. എന്നിട്ട് 2007-ൽ വന്ന ഗവേഷകരെ കോണ്ടാക്ട് ചെയ്ത് വിവരമറിയിച്ചു. ഉടൻ തന്നെ ഗവേഷകര് വീണ്ടും ഖാനെയും കൊണ്ട് ഹാങ് സോൺ ഡൂങ് ഗുഹയും തേടി ഇറങ്ങി. ഇത്തവണ വിജയകരമായിട്ട് അവര് ഗുഹ കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയെ കണ്ടെത്തിയതിന് പിന്നിലെ ചരിത്രം. ഹാങ് സോൺ ഡൂങ്ങിൽ ആർക്കും അത്ര എളുപ്പത്തിൽ പോകാനാകില്ല. സെൻട്രൽ വിയറ്റ്നാമിലെ ഫോങ് നാ എന്നൊരു ചെറിയ പട്ടണത്തിൽ നിന്നുമാണ് ഹാങ് സോൺ ഡൂങ് ഗുഹയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഈ പട്ടണത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റേഴ്സ് അകലെയാണ് ഡ്രോപ്പ് ഓഫ് പോയിന്റ്. ഈ പോയിന്റ് വരെ മാത്രമേ വാഹനം പോവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നടന്നാണ് പോകേണ്ടത്. ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ നിന്നും വീണ്ടും ഏകദേശം 10 കിലോമീറ്ററുകൾക്ക് അകലെയാണ് ഹാങ് സോൺ ഡൂങ്. ഈ ഭാഗം മുഴുവൻ ഘോരമായ വനവും മലകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെ ദുർഘടം പിടിച്ചതായിരിക്കും. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ കാരണം വെയിൽ ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ അന്തരീക്ഷം വളരെ ചൂട് കൂടിയതും ഈർപ്പമുള്ളതുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പല നദികളും കുന്നുകളും പാറക്കെട്ടുകളുമൊക്കെ കടക്കേണ്ടി വരും.
യാത്രക്കിടയിൽ പല കിലോമീറ്ററുകൾ ദൂരം കഴിയുമ്പോൾ ബാങ് ഡൂങ് എന്നൊരു ചെറിയ ഗ്രാമത്തിലെത്തും. ഹാൻസോൺ ഡൂങ്ങിലേക്ക് പോകുന്നവര് സാധാരണ ഈ ഗ്രാമത്തിൽ കുറച്ചു നേരം വിശ്രമിക്കും. ശേഷം വീണ്ടും പല കിലോമീറ്ററുകൾ കഴിയുമ്പോൾ അവസാനം നേരത്തെ പറഞ്ഞ ഹാങ് എൻ ഗുഹയിലെത്തും. ഈ ഗുഹയ്ക്കുള്ളിലൂടെ മാത്രമേ ഹാങ്സോൺ ഡൂങ് ഗുഹയുടെ എൻട്രൻസിൽ എത്താൻ കഴിയൂ. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുഹയാണ് ഹാങ് എൻ. ഈ ഗുഹയിൽ നിരവധി ചാമ്പേഴ്സ് ഉണ്ട്. ഏറ്റവും വലിയ ചാമ്പറിന് 100 മീറ്റേഴ്സോളം ഉയരവും 200 മീറ്റേഴ്സോളം വീതിയുമുണ്ട്. അതിനു പുറമെ ഏകദേശം 3 കിലോമീറ്റേഴ്സോളം നീളവുമുണ്ട്. ഈ ഗുഹയുടെ ആരംഭത്തിൽ മനോഹരമായ ഒരു തടാകം കാണാം. മഴക്കാലമാകുമ്പോൾ ഈ തടാകം മൊത്തം വെള്ളം കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ ഗുഹയിൽ ആരെയും പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരമാകും. പിന്നെ ഈ തടാകത്തിന്റെ തീരത്ത് ക്യാമ്പ് കൂട്ടി അന്ന് രാത്രി ഇവിടെ തങ്ങും. അതിനിടയിൽ വേണമെങ്കിൽ തടാകത്തിൽ നീന്തുകയും ചെയ്യാം. ശേഷം അടുത്ത ദിവസം രാവിലെ വീണ്ടും യാത്ര തുടങ്ങും. മുഴുവൻ പാറക്കെട്ടുകളും ചെളിയും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഗുഹ. അതിനു പുറമെ പൂർണ്ണമായ അന്ധകാരവുമാണ്. അങ്ങനെ പല മണിക്കൂറുകൾ നടക്കുമ്പോൾ മറുവശത്തിലൂടെ പുറത്തിറങ്ങാം. ഇവിടുന്ന് സോൺഡൂങ് ഗുഹയിലെത്താൻ വീണ്ടും 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവിടെ എത്താം. സോൺഡൂങ് ഗുഹയിലേക്കുള്ള എൻട്രൻസ് വലിയൊരു കവാടമല്ല, മറിച്ച് അത് പാറക്കെട്ടുകൾക്കിടയിലെ വിള്ളൽ പോലെയാണ്. ഈ എൻട്രൻസ് വലിയൊരു കുഴിയാണ്. ഗുഹയ്ക്കുള്ളിൽ നിന്നും ഈ വിള്ളലിലൂടെ ശക്തമായ കാറ്റ് പുറത്തേക്ക് വീശാറുണ്ട്. അത് കാണുമ്പോൾ ഗുഹ ശ്വസിക്കുകയാണെന്ന് തോന്നും. ഗുഹയ്ക്കുള്ളിലെ താപനിലയുടെയും സമ്മർദ്ദത്തിന്റെയും വ്യത്യാസം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. കാറ്റിന് പുറമെ ഇരമ്പൽ പോലത്തെ ഒരു ഗംഭീരമായ ശബ്ദവും കേൾക്കാം. എന്തായാലും ഏകദേശം 100 മീറ്റേഴ്സ് ആണ് ഈ കുഴിയുടെ ആഴം. കയറും ഹാർനസും മറ്റ് സേഫ്റ്റി എക്യുപ്മെന്റ്സും ഒക്കെ ഉപയോഗിച്ചാണ് കുഴിയിലൂടെ താഴേക്ക് ഇറങ്ങേണ്ടത്. കുഴിയുടെ ചുമരുകൾ മുഴുവൻ പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. പാറയിൽ നല്ല നനവും പായലുമൊക്കെ ഉണ്ടായിരിക്കും. തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഈ മേഖല വളരെ അപകടകരമായിരിക്കും. വളരെ ശ്രദ്ധയോടെ വേണം താഴേക്കിറങ്ങാൻ. താഴേക്കിറങ്ങുന്നതിനനുസരിച്ച് അന്ധകാരമായിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഏതാണ്ട് 100 മീറ്റേഴ്സ് ആഴമാകുമ്പോൾ ഗുഹയുടെ നിലമെത്തും. ഇവിടെ പൂർണ്ണമായ ഇരുട്ടാണ്. താഴെ എത്തിയാൽ ആദ്യം കാണുന്നത് വളരെ വേഗത്തിൽ ഒഴുകുന്ന അണ്ടർഗ്രൗണ്ട് നദിയായിരിക്കും. ഈ നദിയുടെ ശബ്ദമാണ് എൻട്രൻസിന് സമീപം നിൽക്കുമ്പോൾ കേൾക്കുന്നത്. ഉള്ളിലോട്ട് പോകുന്നതിനിടയിൽ പലതവണ ഈ നദി കടക്കേണ്ടതുണ്ട്. ഒട്ടുമിക്ക ഇടങ്ങളിലും മുട്ടോളം വരെ മാത്രമേ വെള്ളം കാണൂ. അതിനാൽ പലപ്പോഴും വെള്ളത്തിൽ ഇറങ്ങിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നാൽ കാലുകുത്താൻ പറ്റാത്ത എത്ര ശക്തമായ ഒഴുക്കുള്ള മേഖലകളുമുണ്ട്. എന്തായാലും രണ്ടാമത്തെ തവണ നദി കടക്കുമ്പോഴേക്കും ഹോപ്പ് ആൻഡ് വിഷൻ എന്ന ഭാഗത്തിലെത്തും. സോൺഡൂങ് ഗുഹയുടെ ഏറ്റവും വലിയ ഭാഗമാണിത്. 1.5 കിലോമീറ്റേഴ്സോളം ദൂരമുള്ള ഈ ഭാഗത്തിന് ചിലയിടങ്ങളിൽ 200 മീറ്റേഴ്സോളം ഉയരവും 160 മീറ്റേഴ്സോളം വീതിയുമുണ്ട്. ഈ ഭാഗത്തിലൂടെ വലിയൊരു വിമാനം നിസ്സാരമായിട്ട് പറത്താൻ പറ്റും. അത്രയേറെ വിശാലമാണ് ഈ ഭാഗം. സ്പൈഡേഴ്സ്, വേംസ്, സ്കോർപിയോൺസ്, ഇൻസെക്ട്സ്, മില്ലിപീഡ്സ്, വുഡ്ലൈസ് അങ്ങനെ നിരവധി ജീവികളെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് മാത്രമല്ല, ഗുഹയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇത്തരം ജീവികളുണ്ട്. ഇതിൽ ഭൂരിപക്ഷം ജീവികൾക്കും കാഴ്ചശക്തി ഉണ്ടായിരിക്കില്ല. ചില ജീവികൾക്കാണെങ്കിൽ കണ്ണുകൾ പോലുമില്ല. കാരണം പൂർണ്ണമായ അന്ധകാരമായതിനാൽ ഇവിടെ കണ്ണുകളുടെ ആവശ്യമില്ല. ഈ ഭാഗത്തിൽ ഭീമാകാരമായ സ്റ്റാലഗ്മൈറ്റ്സ് കാണാൻ കഴിയും. ഗുഹയുടെ സീലിംഗിൽ നിന്ന് മിനറൽസ് നിറഞ്ഞ വെള്ളം തുള്ളിത്തുള്ളിയായി ഒരേ സ്ഥാനത്ത് തന്നെ താഴേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ആ തുള്ളികളിലുള്ള മിനറൽസ് താഴെ ലെയർ ആയിട്ട് കുമിഞ്ഞു കൂടാൻ തുടങ്ങും. കാലക്രമേണ അതൊരു വലിയ ഘടനയായി മാറുകയും ചെയ്യും. ഈ ഘടനകളെയാണ് സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറയുന്നത്. പല ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഓരോ സ്റ്റാലഗ്മൈറ്റും രൂപം കൊള്ളുന്നത്. ഇവിടുത്തെ ഒരു ബൃഹത്തായ സ്റ്റാലഗ്മൈറ്റിന് 80 മീറ്റേഴ്സ് ഉയരമുണ്ട്. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാലഗ്മൈറ്റ്. ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ചകലെ ഒരു പ്രകാശം കാണാൻ സാധിക്കും. ഇരുട്ടിൽ നിന്നുകൊണ്ട് ആ പ്രകാശം കാണുമ്പോൾ ഇരുട്ടിൽ നിന്നും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയും പ്രത്യാശയും തോന്നിക്കും. അതുകൊണ്ടാണ് ഈ ഭാഗത്തിന് ഹോപ്പ് ആൻഡ് വിഷൻ എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഭാഗം കഴിയാറാകുമ്പോൾ 60 മീറ്റേഴ്സ് ഉയരമുള്ള ഹാൻഡ് ഓഫ് ഡോഗ് എന്ന മറ്റൊരു വലിയ സ്റ്റാലഗ്മൈറ്റ് കാണാം. അത് പ്രത്യക്ഷത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ പോലെ തോന്നുമെന്ന് കരുതിയതിനാൽ ആദ്യം ഗുഹ പര്യവേഷണം ചെയ്ത വിയറ്റ്നാമീസുകാരായ ഗവേഷകര് ഇതിനെ ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് പേര് നൽകിയത്. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവേഷകരാണെങ്കിൽ അത് ഹാൻഡ് ഓഫ് ഡോഗ് എന്നാണ് കേട്ടത്. പിന്നീട് ആ പേര് തന്നെ സ്റ്റക്ക് ആവുകയും ചെയ്തു. എന്തായാലും ഹാൻഡ് ഓഫ് ഡോഗിന് സമീപം എത്തുമ്പോഴേക്കും ഏതാണ്ട് വൈകുന്നേരമാകും. പിന്നെ അവര് അവിടെ തന്നെ ക്യാമ്പ് കൂട്ടി തങ്ങും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സമീപത്തായിട്ട് സൂര്യപ്രകാശം കാണാൻ കഴിയും. പെട്ടെന്ന് കാണുമ്പോൾ അത് ഗുഹയിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴിയാണെന്ന് തോന്നും. ആദ്യം പര്യവേഷണം നടത്തിയ ഗവേഷകരും അങ്ങനെ തന്നെയാണ് കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഡൂലൈനാണ്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഗുഹയുടെ സീലിംഗിലുണ്ടായ വലിയ ദ്വാരങ്ങളെയാണ് ഡൂലൈൻസ് എന്ന് പറയുന്നത്.
ഉള്ളിൽ ഗുഹ രൂപം കൊള്ളുമ്പോൾ സീലിംഗിന്റെ ചില ഭാഗങ്ങൾ ഭാരം താങ്ങാനാകാതെ ഇടിഞ്ഞു വീഴും. അങ്ങനെയാണ് ഇത്തരം ദ്വാരങ്ങൾ ഉണ്ടാകുന്നത്. സോൺഡൂങ് ഗുഹയിൽ ഇതുപോലെ 2 ഡൂലൈൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹാൻഡ് ഓഫ് ഡോഗിനപ്പുറം കാണുന്നത്. രാത്രി മുഴുവൻ ഈ ക്യാമ്പിൽ വിശ്രമിച്ച ശേഷം അടുത്ത ദിവസം രാവിലെ വീണ്ടും യാത്ര തുടങ്ങും. ആദ്യത്തെ ഡൂലൈനിൽ എത്തുന്നതിന് മുന്നേ ഫോസിൽ പാസേജ് എന്നൊരു ഭാഗത്തിലൂടെ കടന്നു പോകേണ്ടി വരും. പേര് പോലെ തന്നെ ഇവിടെ ധാരാളം ഫോസിൽസ് കാണാൻ സാധിക്കും. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഫോസിൽസ് മൊത്തം പുരാതന കാലത്തിലെ സമുദ്രജീവികളുടേതാണ്. സമുദ്രജീവികളുടെ ഫോസിൽസ് എങ്ങനെയാണ് ഈ ഉയരം കൂടിയ പർവ്വതങ്ങൾക്കിടയിലെ ഗുഹയിലെത്തിയതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സംഭവം ഏതാണ്ട് 40 കോടി വർഷങ്ങൾക്ക് മുന്നേ ഈ നാഷണൽ പാർക്കും മലനിരകളുമെല്ലാം യഥാർത്ഥത്തിൽ സമുദ്രമായിരുന്നു. ചത്തുപോകുന്ന സമുദ്രജീവികളുടെ സീഷെൽസും കോറൽ സ്കെൽറ്റൻസും പോലെയുള്ള പല തരത്തിലുമുള്ള വസ്തുക്കളും സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വന്നടിയും. പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയം കൊണ്ട് ഈ വസ്തുക്കൾ കുമിഞ്ഞുകൂടുകയും അവ വളരെ കട്ടി കൂടിയ ലേയേഴ്സായി മാറുകയും ചെയ്യും. മുകളിലുള്ള ജലത്തിന്റെ തീവ്രമായ സമ്മർദ്ദം കാരണം ഈ ലേയേഴ്സ് കംപ്രസ് ആവുകയും കാലക്രമേണ അതിന്റെ കട്ടി കൂടി ലൈംസ്റ്റോൺ എന്ന തരം പാറകളായി മാറുകയും ചെയ്യും. ശേഷം ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനം കാരണം സമുദ്രത്തിന്റെ അടിത്തട്ടായിരുന്ന ഈ ഭാഗം കോടിക്കണക്കിന് വർഷങ്ങളുടെ സമയം കൊണ്ട് പതിയെ പതിയെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. അങ്ങനെയാണ് ഈ മലനിരകളും നാഷണൽ പാർക്കുമൊക്കെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന സമയം ഈ പാറകൾക്കിടയിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാകും. ഈ വിള്ളലുകളിലൂടെ പുറത്തുനിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കും. പുറത്തുനിന്നും വരുന്ന വെള്ളം വായുവിൽ നിന്നും മണ്ണിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. അതിനാൽ ഈ വെള്ളത്തിന് ചെറിയ രീതിയിൽ അസിഡിറ്റി ഉണ്ടായിരിക്കും. ഈ അസിഡിറ്റി കാരണം ജലത്തിന് ലൈംസ്റ്റോണിനെ അലിയിക്കാനാകും. അനന്തരഫലമായി ഈ വിള്ളലുകളിൽ വെള്ളം കയറുമ്പോൾ പതിയെ പതിയെ ആ വിള്ളലുകളെല്ലാം വളരെ വലുതാകും. അങ്ങനെയാണ് കാലക്രമേണ ഈ ഗുഹ രൂപം കൊണ്ടത്. ഗുഹയിലെ നദി പുരാതന കാലത്തിൽ വളരെ വലുതായിരുന്നു. വലുതെന്ന് വെച്ചാൽ ഗുഹ മുഴുവൻ നിറഞ്ഞൊഴുകുന്ന അത്ര വലുത്. പക്ഷേ കാലക്രമേണ മലനിരകൾ ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് നദി ഗുഹയുടെ അടിയിലൂടെ ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് ഗുഹയിൽ നിറയെ വെള്ളമില്ലാത്തത്. എന്തായാലും ഫോസിൽ പാസേജ് കടന്നു പോകുന്ന വഴിക്ക് ഒരു ചെറിയ കുളം കാണാൻ സാധിക്കും. നദി ഈ കുളത്തിൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഈ കുളത്തിലും പലതരം ചെറിയ ജീവികളുണ്ട്. കുളത്തിന് 120 മീറ്റേഴ്സോളം ആഴമുണ്ട്. പക്ഷെ അതൊരു നിഗമനം മാത്രമാണ്. ശരിക്കും ഇതുവരേക്കും ആരും തന്നെ ഈ കുളത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയിട്ടില്ല. കാരണം അതത്ര നിസ്സാരമായ കാര്യമല്ല. എന്തെന്നാൽ അടിത്തട്ടിലെത്താൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. നിർഭാഗ്യവശാൽ ഈ കുളത്തിന്റെ ആഴമളക്കാൻ ശ്രമിച്ച ഗവേഷകരുടെ പക്കൽ അത്രയും അഡ്വാൻസ്ഡ് ആയ എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. അതികഠിനമായ സമ്മർദ്ദം കാരണം ഇത്രയും ആഴത്തിൽ പെട്ടെന്ന് പോകാനും കഴിയില്ല. അങ്ങനെ പെട്ടെന്ന് പോയാൽ സമ്മർദ്ദത്തിലുള്ള വലിയ വ്യത്യാസം കാരണം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പതിയെ പതിയെ മാത്രമേ ആഴത്തിലോട്ട് ഇറങ്ങാൻ പറ്റൂ. പതിയെ എന്ന് പറയുമ്പോൾ 5 മണിക്കൂറുകളിൽ കൂടുതൽ സമയമെടുക്കുമെന്നാണ് നിഗമനം. പിന്നെ വിസിബിലിറ്റിയും തീരെ കുറവാണ്. പൂർണ്ണമായ അന്ധകാരം കാരണം പവർഫുള്ളായ ലൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ചുറ്റുമുള്ള ഒന്നും തന്നെ വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഇതിനെല്ലാത്തിനും പുറമെ ഈ കുളത്തിന്റെ ആഴമെന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുഴി പോലെയല്ല, മറിച്ച് ഒരുപാട് വളവും തിരിവും ഒക്കെയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ കുളത്തിലിറങ്ങി ആഴമളക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗവേഷകര് പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അടിത്തട്ടിലെത്താൻ സാധിച്ചിട്ടില്ല. ഇതുവരെ പോയിട്ടുള്ള പരമാവധി ആഴമെന്നത് ഏതാണ്ട് 77 മീറ്റേഴ്സ് ആണ്. അത്രയും ആഴത്തിൽ പോകുന്നതിനിടയിൽ ഗവേഷകര് വലിയ ടണലുകൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ടണലുകൾ വഴിയാണ് കുളത്തിലെ വെള്ളം മൊത്തം അപ്രത്യക്ഷമാകുന്നതെന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, ഈ ടണൽസ് ഹാങ്തങ് എന്ന ഗുഹയുമായി ബന്ധപ്പെട്ടതാണെന്നും ഗവേഷകർക്ക് സംശയമുണ്ട്. സോൺഡൂങ് ഗുഹയിൽ നിന്നും ഏകദേശം 600 മീറ്റേഴ്സ് അകലെയുള്ള മറ്റൊരു ഗുഹയാണ് ഹാങ്തങ്. എന്ത് തന്നെയാണെങ്കിലും ഈ കുളവും കുളത്തിന്റെ ആഴവും ശരിക്കും ഇന്നും ഒരു വലിയ നിഗൂഢതയാണ്. ഈ കുളത്തിന്റെ വശങ്ങളിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ഒന്നാമത്തെ ഡൂലൈനിന്റെ കീഴിലെത്തും. നിലത്ത് നിന്നും മുകളറ്റം വരെ ഏതാണ്ട് 450 മീറ്റേഴ്സ് ആണ് ഈ ഡൂലൈന്റെ ഉയരം. പക്ഷെ എന്നിരുന്നാലും ഈ ഭാഗത്തിന് അധികം വീതിയില്ല. ഈ മേഖല മുഴുവനും മൂടൽമഞ്ഞുണ്ടായിരിക്കും. അത് മഴമേഘങ്ങൾ പോലെ പറന്നു നിൽക്കുന്നത് കാണാൻ അത്യധികം മനോഹരമാണ്. അതുപോലെ മുകളിൽ നിന്നും സൂര്യപ്രകാശം വരുന്നത് കാണാൻ ശരിക്കും അത്ഭുതാവഹമായ ഒരു സീനറിയാണ്. ഒരു മാന്ത്രിക ലോകത്തിൽ നിൽക്കുന്നത് പോലത്തെ അനുഭൂതി ലഭിക്കും. ഇങ്ങനെ സൂര്യപ്രകാശം ലഭിക്കുന്നത് കാരണം ഇവിടെ ധാരാളം സസ്യജാലങ്ങൾ വളരുന്നുണ്ട്. പക്ഷെ എല്ലാം തന്നെ ചെറിയ ചെടികളാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഘടനയാണ് വെഡ്ഡിംഗ് കേക്ക്.
ഇത് ശരിക്കും ഒരു വലിയ സ്റ്റാലഗ്മൈറ്റ് ആണ്. പക്ഷേ മുകളിൽ നിന്നും നിരന്തരമായി വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നതിനാൽ സ്റ്റാലഗ്മൈറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗം പരന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ വലിയ വെഡ്ഡിംഗ് കേക്ക് പോലെ തോന്നിക്കും. വാച്ച് ഔട്ട് ഫോർ ഡൈനോസേഴ്സ് എന്നാണ് ഈ ഡോലൈന് നൽകിയിരിക്കുന്ന പേര്. സംഭവം ഈ ഡോലൈൻ കാണുമ്പോൾ അജ്ഞാതമായ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നും. ചിലർ ഇതിനെ അവതാർ സിനിമയിൽ കാണുന്നത് പോലത്തെ ലോകമാണെന്ന് വരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി പര്യവേഷണം നടത്തിയതിൽ ഒരു ഗവേഷകൻ അവിടെ വല്ല ഡൈനോസേഴ്സും കാണുമായിരിക്കും എന്ന് വെറുതെ ഒരു തമാശ പറഞ്ഞു. അങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. എന്തായാലും ഇവിടുന്ന് വീണ്ടും 1 കിലോമീറ്ററോളം അകലെയാണ് രണ്ടാമത്തെ ഡൂലൈൻ. ഡൂലൈൻ 2 പോകുന്ന വഴിക്ക് നിരവധി മനോഹരമായ ഫൈറ്റോകാർസ്റ്റ് ഫോർമേഷൻസ് കാണാം. ഇതുപോലെ മറ്റൊരു ഘടനയാണ് ഗ്രീൻ ഗൗർസ്. വെള്ളം മിനറൽസ് കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഘടനകൾ ഉണ്ടാകുന്നത്. ഡൂലൈൻ 1 നിന്നും 2 എത്തുന്നതുവരെ ഗുഹ നിറയെ ഇത്തരം ഘടനകൾ കൊണ്ട് നിറഞ്ഞതാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഡൂലൈൻ 2 ഇത് ആദ്യത്തെ ഡൂലൈൻ പോലെയല്ല. ആദ്യത്തെ ഡൂലൈന്റെ അത്ര ഉയരവും ഇതിനില്ല. എന്നിരുന്നാലും ഇതിന് ഏതാണ്ട് 252 മീറ്റേഴ്സ് ഉയരമുണ്ട്. എന്നാൽ ഡൂലൈൻ 2 ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവിടെ വളരെ വലിയൊരു മഴക്കാടുണ്ട്. വലിയ മരങ്ങളൊക്കെയുള്ള ഗംഭീരമായ ഒരു മഴക്കാട്. മുകളിൽ നിന്നും സൂര്യപ്രകാശവും മഴയും ഒക്കെ ലഭിക്കുന്നതിനാൽ ഇവിടെ മഴക്കാടിന് തഴച്ചു വളരാനുള്ള സാഹചര്യമാണ്. കുരങ്ങുകൾ, പക്ഷികൾ, വവ്വാലുകൾ, പാമ്പുകൾ അങ്ങനെ മഴക്കാടുകളിൽ കാണുന്ന പല ജീവിവർഗങ്ങളെയും ഡൂലൈൻ 2 നമുക്ക് കാണാൻ സാധിക്കും. ഈ മഴക്കാടിന് പ്രത്യേകം ഒരു കാലാവസ്ഥാ സംവിധാനം പോലുമുണ്ട്. ആദ്യത്തെ ഡൂലൈനിൽ കണ്ടതുപോലെ ഇവിടെയും മൂടൽമഞ്ഞ് മഴമേഘങ്ങളെ പോലെ നിൽക്കുന്നത് കാണാം. ഇവിടുത്തെ ചില മരങ്ങൾക്ക് 40 മീറ്റേഴ്സ് വരെ ഉയരമുണ്ട്. 200-ലധികം സസ്യജാല വർഗ്ഗങ്ങളെ ഗവേഷകർ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ മുകളിൽ നിന്നും വക്കുകളിലൂടെ വെള്ളം താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതായത് ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ. അത് കാണുമ്പോൾ ഇവിടുത്തെ സീനറി കൂടുതൽ ഡ്രാമാറ്റിക് ആയിട്ട് തോന്നും. ഇത് ഇത്രയും മനോഹരമായ മഴക്കാടായതിനാൽ ആദ്യം പര്യവേഷണം നടത്തിയ ഗവേഷകര് ഈ മഴക്കാടിന് ഗാർഡൻ ഓഫ് ഈഡാം എന്നാണ് പേര് നൽകിയത്. യഥാർത്ഥത്തിൽ ബൈബിളിൽ ഗാർഡൻ ഓഫ് ഈഡൻ എന്നൊരു സങ്കല്പമുണ്ട്. അതിനെ ഉദ്ദേശിച്ച് തമാശ രൂപേണയാണ് ഈഡേൻ എന്നതിന് പകരം ഈഡാം എന്ന് പേര് നൽകിയത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഗുഹയിൽ നിൽക്കുകയാണെന്ന് തോന്നില്ല. ഗുഹയിൽ നിന്ന് പുറത്തു വന്നുവെന്ന് തോന്നിപ്പോകും. എന്തായാലും മഴക്കാടിൽ നിന്നിറങ്ങുമ്പോഴേക്കും വൈകുന്നേരമാകും. പിന്നെ മഴക്കാടിന് സമീപം തന്നെ ക്യാമ്പ് കൂട്ടുകയും അന്ന് രാത്രി ഇവിടെ തങ്ങുകയും ചെയ്യും. ശേഷം അടുത്ത ദിവസം രാവിലെ വീണ്ടും യാത്ര തുടങ്ങും. ഡൂലൈൻ 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഡാർക്ക് പാസേജസ് ആണ്. ഏകദേശം 2.5 കിലോമീറ്റേഴ്സ് ആണ് ഈ ഭാഗത്തിന്റെ നീളം. പേര് പോലെ തന്നെ ഈ ഭാഗം മുഴുവനും ഇരുട്ട് നിറഞ്ഞതാണ്. ഈ ഭാഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ജലാശയങ്ങൾ കാണാം. ഈ ജലാശയങ്ങളിലൊക്കെ ചില മീൻ വർഗ്ഗങ്ങളുമുണ്ട്. ഇവ കണ്ണുകളില്ലാത്ത മീൻ വർഗ്ഗങ്ങളാണ്. ഈ ഭാഗം മുഴുവൻ ചെളി കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഇവിടെ നിറയെ കേവ് പെബിൾസ് കാണാൻ സാധിക്കും. ഇതിലെ ഓരോ പെബിളും രൂപം കൊള്ളാൻ പല ലക്ഷക്കണക്കിന് വർഷങ്ങൾ സമയമെടുക്കും. കല്ലുകൾക്കും അതുപോലത്തെ മറ്റു വസ്തുക്കൾക്ക് ചുറ്റിലും മിനറൽസ് വന്ന് അടിഞ്ഞുകൂടുന്നത് കാരണമാണ് ഈ മനോഹരമായ പെബിൾസ് രൂപം കൊള്ളുന്നത്. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം പാൻഷൻഡിയൽ പാസേജ് എന്ന ഭാഗത്തിലെത്തും. ഇതാണ് സോൺഡൂൺ ഗുഹയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം. ഏതാണ്ട് 600 മീറ്റേഴ്സ് ആണ് ഈ ഭാഗത്തിന്റെ നീളം. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മൊത്തം വെള്ളം കൊണ്ട് നിറയും. അങ്ങനെ ഇവിടെ മനോഹരമായ ഒരു തടാകം കാണാം. ഈ തടാകത്തിലൂടെ ചെറിയ റാഫ്റ്റുകളിൽ കയറിയാണ് യാത്ര ചെയ്യേണ്ടത്. എന്നാൽ മഴയൊന്നുമില്ലാത്ത വരണ്ട കാലാവസ്ഥയാണെങ്കിൽ പാൻഷൻഡിയൽ പാസേജ് മൊത്തം വറ്റി വരണ്ടു കിടക്കും. ആ സമയം ഇവിടെ മൊത്തം ചെളിയായിരിക്കും. ചെളി എന്ന് വെച്ചാൽ ഇടുപ്പളവിൽ വരെ എത്തുന്ന അത്ര ചെളി. അതുകൊണ്ട് തന്നെ ആ സമയം ഇതുവഴിയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും. എന്തായാലും പാൻഷൻഡിയൽ പാസേജിന്റെ ഏറ്റവും അവസാനത്തിൽ ഒരു വലിയ കുത്തനെയുള്ള ചുമര് കാണാം. ഗ്രേറ്റ് വാൾ ഓഫ് വിയറ്റ്നാം എന്നാണ് ഈ ചുമരിന് നൽകിയിരിക്കുന്ന പേര്. ഈ ചുമരോട് കൂടെയാണ് സോൺഡൂൺ ഗുഹ അവസാനിക്കുന്നത്. അതിനാൽ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ ചുമരിലൂടെ കയറേണ്ടതുണ്ട്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തെന്നാൽ ഏകദേശം 90 മീറ്റേഴ്സ് ആണ് ഈ ചുമരിന്റെ ഉയരം. വലിയ ഏണിയും കയറും ഹാർനസും മറ്റുപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് അത്യധികം ശ്രദ്ധയോടെ വേണം ഈ ചുമര് കയറേണ്ടത്. ചുമര് കയറിയ ഉടനെ എക്സിറ്റ് കാണാം. എക്സിറ്റിലൂടെ സൂര്യപ്രകാശവും കാണാം. അവിടുന്ന് പിന്നെ വെറും 1/2 കിലോമീറ്റേഴ്സ് നടക്കുമ്പോഴേക്കും ഗുഹയുടെ പുറത്തെത്തും. സോൺഡൂൺ ഗുഹയിൽ പോവുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. ഓക്സാലിക്സ് അഡ്വഞ്ചർ എന്നൊരൊറ്റ കമ്പനി വഴി മാത്രമേ നിങ്ങൾക്ക് സോൺഡൂൺ ഗുഹയിൽ പോകാനാകൂ. ഒരു വർഷം പരമാവധി 1000 പേർക്ക് മാത്രമേ വിയറ്റ്നാമീസ് ഗവൺമെന്റ് ഗുഹയിൽ കയറാനുള്ള അനുമതി നൽകുകയുള്ളൂ. അതാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൂർണ്ണമായും ബുക്കിംഗുമാകും. ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ് സീസൺ. അതിനുശേഷം ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല.
ഒരാൾക്ക് 3 ലക്ഷം രൂപയോളം ചെലവ് വരും. പിന്നെ നല്ല രീതിയിൽ ഫിറ്റ്നസ് ഉള്ളവർക്ക് മാത്രമേ അവർ ഗുഹയിൽ കയറാനുള്ള അനുമതി നൽകൂ.